അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, എവിടെ നോക്കിയാലും ദൈവം നമ്മളെ ഏതെല്ലാം വിധത്തിലാണ് അല്ലേ ദൈവത്തിൻ്റെ കരങ്ങൾ ചിറകുകളിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അപ്പോൾ ദൈവം ഭൂമിയിൽ നിന്നും പൂഴിയെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. ദൈവം നിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവത്തിന്റെ ശ്വാസം നിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആ ശ്വാസം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവനിലേക്ക് വെച്ചു കൊടുത്തു. കണ്ടാ, ഭൂമിയിൽ നിന്നും മെനഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അവനിലേക്ക് ദൈവം നിക്ഷേപിച്ചു. അങ്ങനെ എന്തായി? മനുഷ്യൻ ജീവനുള്ളവനായി. എന്തായി? ജീവനുള്ളവനായി. എപ്പോഴാണ് ജീവനുള്ളവനായത്? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലൂടെ അവന്റെ ഹൃദയത്തിലേക്ക് അയച്ച് അവിടെ ഇരുത്തിയപ്പോഴാണ് നമ്മൾ ജീവനുള്ളത്. അപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവ് എപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ നിന്നും എപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകുന്നോ ആ സമയത്ത് എന്ത് സംഭവിക്കും? അവൻ ജീവനില്ലാത്ത ശവമായി. കണ്ട, ജീവിച്ചിരിക്കലും ശവമാണെന്ന് അങ്ങനൊരു സാധനം ഇല്ലല്ലേ? ചത്തതിനൊക്കെയും ജീവിച്ചിരിക്കും. ഒരു ചൊല്ലില്ലേ? ചത്തതിനൊക്കെയും ജീവിച്ചിരിക്കും. ഒരു ക്രിസ്ത്യാനി പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ തൻ്റെ ഹൃദയത്തിൽ നിന്നും ഇറക്കിവിട്ടാൽ അവൻ ആരാണ്? ശവം. പക്ഷേ ഇങ്ങനെ വലിക്കുന്നതുകൊണ്ട് എന്താണ്? നമ്മൾ ജീവനുണ്ടെന്നും പറഞ്ഞ് ഭൗതികമായ ജഡികമായ ജീവനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളാരും കൊണ്ടുപോയി പെട്ടി വാങ്ങിച്ച് പാട്ടുപാടി കരഞ്ഞ് കുഴിയിൽ വെക്കില്ല. പരിശുദ്ധാത്മാവ് പോയാൽ ശരീരം ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്നാ പറയേണ്ടത്. മരിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മൾ ശരീരം മരിക്കുന്നില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുന്നത്, ഈ പ്രാവ്, ഞങ്ങൾ പള്ളികളിൽ വന്ന് പ്രാവിനിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പള്ളി. അപ്പോൾ ഈ പള്ളിയിൽ പ്രാവ് കയറി കഴിയുമ്പോൾ പ്രാവ് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ചെന്നിട്ട് ഒരു സാധനം എന്നിട്ട് കഴിഞ്ഞാൽ പ്രാവ് ശാന്തമായിട്ട് ഇങ്ങനെ പറന്നു പോകും. ഇതുപോലെയാണ് നമ്മൾ പാപം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ശാന്തമായിട്ട് അങ്ങ് നിശബ്ദമായിട്ട് ഇറങ്ങിപ്പോവും. പരിശുദ്ധാത്മാവും പിശാചും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ഭയങ്കര ഡീസൻ്റാണ്. ഈ പ്രാവ് കണ്ട എന്ന് വെക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് യോഗ്യമല്ലാത്ത സ്ഥലമാണെങ്കിൽ ഉടനെ വിട്ടുകളയും. പിശാച് അങ്ങനെയല്ല. പിശാചിന് ഒരു നാണവുമില്ല. അവനെന്ത് ചെയ്യും? ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഉടനെ ചാടി അവിടെ കയറി ഇരിക്കും. ഇതുപോലെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവനിലേക്ക് നിക്ഷേപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ജീവനുള്ളവനായി മാറി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, 16-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മ ഇടക്കിടക്കുന്നു ഓർക്കണം, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. എന്ത് സംഭവിച്ചു അല്ലേ? നമ്മളെല്ലാം മനുഷ്യര് ഇന്ന് കൂടുതലും ദൈവത്തെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവനൊരാശ്വാസം കിട്ടാനാണ്. പക്ഷെ നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തോട് കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയാണ്. ദൈവം അല്ലേ, ഏദൻ തോട്ടം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇടക്കിടക്ക് വായിക്കണം. പ്രത്യേകിച്ച് ആ സൃഷ്ടിയുടെ 1-ാം അധ്യായം പോലുള്ള ഭാഗങ്ങൾ എത്ര സുന്ദരമാണെന്നറിയാമോ? എന്നാണ് ആദവും ഹവ്വായും സായം സന്ധ്യകളിൽ കലാകാരന്മാരെ സാഹിത്യകാരന്മാരെല്ലാം വിവരിക്കുന്ന ഇങ്ങനെ, സായം സന്ധ്യയിൽ കർത്താവ് തോട്ടത്തിൽ ഉലാത്താൻ വേണ്ടി അവിടെ നടക്കാൻ വേണ്ടി വന്നപ്പോൾ ആദവും ഹവ്വായും കണ്ടില്ല. നീ എവിടെ ആദം, എവിടെ? ദൈവം അന്വേഷിക്കുന്നു. എന്തുപറ്റി? നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. എപ്പോഴാണ്? പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ച് തൻ്റെ ഉള്ളിൽ ദേവാലയമാക്കി മാറ്റിയ ആ മനുഷ്യൻ ആദവും ഹവ്വായും എന്ന് പറയുന്ന 2 മക്കളിലേക്ക് അവരെന്ത് ചെയ്തു?
നിമിഷം കൊണ്ട് അവരവരെ തന്നെ വഞ്ചിച്ചു. എന്താ ചെയ്തത്? സാത്താൻ വന്ന് അവിടെ ഇരുന്ന് അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നും പറഞ്ഞു, എന്തു പറഞ്ഞു? ഈ പഴം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നുമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ തുല്യരാകും. അല്ലേ? നമ്മളിതെല്ലാം വിശ്വസിക്കുന്നവരല്ലേ? നമുക്കറിയാമല്ലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ സത്യമാണോ നമ്മൾ വിശ്വസിക്കുന്നത്, നുണയാണോ വിശ്വസിക്കുന്നത്? നുണ വിശ്വസിക്കാനാണ് നമുക്ക് എളുപ്പവും, നമ്മളത് ചെയ്യുള്ളൂ. അല്ലേ? എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ ആലയമായിരുന്ന മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് വെറുതെ ഒരു സിമ്പിളായിട്ട് ഒരു ആപ്പിൾ മേടിച്ച് കഴിച്ചതാണ് വഴിയിൽ നിന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ മനുഷ്യൻ പിശാചിൻ്റെ നരകമായി മാറി. പിശാചിൻ്റെ നരകമായിട്ട് അവൻ മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം നരകമാക്കിയ സാത്താൻ ദൈവം സ്വർഗമാക്കിയ, ദൈവം തന്നെയാക്കിയ മനുഷ്യനെ സാത്താൻ നരകമാക്കിയപ്പോൾ ദൈവം അതിന് ഒരു പുതിയ പദ്ധതി ഇട്ടു. എന്താണ് ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കർത്താവ് അങ്ങനെ വിട്ടില്ല, നമ്മളെ അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. പോട്ടെ, നശിച്ചത് എന്ന് പറഞ്ഞില്ല. ഞാൻ അതിനെ വീണ്ടെടുക്കും ദൈവം തീരുമാനിച്ചു. എന്തിനാണ്? നീ ഒരു സ്ത്രീയിലൂടെ എൻ്റെ മക്കളെ നീ പിടിച്ചെടുത്തെങ്കിൽ ആ ഒരു സ്ത്രീയിലൂടെ തന്നെ നിന്നെ ഞാൻ പരാജയപ്പെടുത്തും. നോക്കിക്കേ, നമ്മുടെ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഒന്ന് കട്ട് ചെയ്യണം ആ വിഷയം, അങ്ങോട്ട് കട്ട് ചെയ്യണം. അത് ഒത്തിരി വലിയ വിഷയമാണ്, ഇതിൻ്റെ അതുകൂടി പറയാൻ വന്നതാണ്. ആത്മീയ മണ്ഡലവും ഒരു ഭൗതിക മണ്ഡലവും ഉണ്ട്. നമ്മളെ ഭരിക്കുന്നത് ആത്മീയ മണ്ഡലമാണ്. അത് നമ്മളാരും പഠിപ്പിക്കുന്നുമില്ല, നമ്മളാരും തിരക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ വിഷയം പറയാൻ നമുക്ക് സമയമില്ല. അപ്പോൾ സ്ത്രീയിലൂടെ നശിപ്പിക്കപ്പെട്ട മനുഷ്യവംശത്തെ ഒരു സ്ത്രീയിലൂടെ ദൈവം വീണ്ടെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായോ? ഇതെവിടെയാണ് നമ്മൾ കാണുന്നത്? ദൈവം ലോകത്തെ സൃഷ്ടിച്ച് മനുഷ്യൻ പാപത്തിൽ ചരിച്ച് അങ്ങനെ പോയതിന് ശേഷം 2024 കൊല്ലത്തിന് മുമ്പാണ് ദൈവം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആരിലൂടെ? പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ. ഞാനിവിടെ ഇത് നിർത്തിയിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു കാര്യം ഞാൻ ഇന്നൊന്ന് പറയാൻ വേണ്ടി. ഇത് കുടുംബ ജീവിതക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു സെൻറ്റൻസ് ആദ്യം പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈദികരെയും സന്യസ്ത്രീയും കൂടി ചേർത്തൊരു കാര്യം പറയാം. ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയം, പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ ഈ IMS അമ്മയുടെ സന്നിധിയിൽ, ഞാൻ നോക്കിക്കേ, നാടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു ലോറിയിൽ, ഒരു ഓട്ടോറിക്ഷയിൽ, ഒരു ബസ്സിൽ IMS അമ്മ എന്ന് എഴുതിയിരിക്കും. അപ്പം ഞാൻ കാസർഗോഡ് ചെന്നപ്പോൾ കണ്ടു, കണ്ണൂർ ചെന്നപ്പോൾ ഞാൻ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, നമ്മുടെ IMS അമ്മയുടെ പേര് ഇവിടെ. ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. മനസ്സിലായ? അപ്പം നമ്മൾ ഈ അമ്മയെ IMS അമ്മയെ അല്ലെങ്കിൽ മാതാവേ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്നെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അമ്മേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന്? അല്ലെ, പോട്ടെ, ഇതിനെ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. നമ്മളുടെ സ്വന്തം അമ്മയോട് നമ്മൾ ആരെങ്കിലും പറഞ്ഞു, അമ്മേ ഐ ലവ് യു? എനിക്കൊന്ന് സായിപ്പന്മാർ ഇതൊക്കെ പറയുമായിരിക്കും. അവർ ഈ ലവ് യു എന്നൊക്കെ പറയുന്നത് നമ്മൾ അവരിൽ നിന്നാണല്ലോ പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിതിങ്ങനെ പെട്ടെന്നൊക്കെ പറയുന്നു. സി, നമ്മൾ ഈ അമ്മയോട് പറയണം, പരിശുദ്ധ അമ്മേ ഐ ലവ് യു. എൻ്റെ ഈ മാതാവിനോടുള്ള, ഈ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു. ഞാനൊരു 2 ആഴ്ച 1 മാസമായിട്ടുണ്ട്. ഞാൻ ദിവസം പള്ളിയിലിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലുകയാണോ പ്രാർത്ഥിക്കുകയാണോ ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയണം, മദർ മേരി ഐ ലവ് യു, അമ്മേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.